നേമത്തെ എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റിവെച്ചു. സത്യവാങ്മൂലത്തിൽ ആസ്തി വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന യുഡിഎഫ് പരാതിയിലാണ് നടപടി. അവസാനം പരിഗണിക്കാമെന്നാണ് റിട്ടേണിംഗ് ഓഫീസറുടെ വിശദീകരണം. സഫാൻ വിപിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സഫാൻ, ഇദ്ദേഹത്തിന്റെ പരാതിയുമായി ശബരിനാഥൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത്? റിട്ടേണിംഗ് ഓഫീസർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒരു പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പത്രിക സൂക്ഷ്മ പരിശോധന മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. റിട്ടേണിംഗ് ഓഫീസറുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിച്ച അറിയിപ്പ്. ഇതൊരു സാങ്കേതികപരമായിട്ടുള്ള നടപടി എന്നാണ് റിട്ടേണിംഗ് ഓഫീസർ പറയുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ ട്വിറ്റർ ഹാൻഡിലാണ് ഇത് സംബന്ധിച്ച് ബംഗളൂരുവിലെ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയിലെ 200 കോടി ഈ ആസ്തി വിവരങ്ങൾ മറച്ചു വെച്ചു എന്ന അടക്കമുള്ള കാര്യം കോൺഗ്രസ് എക്സ്പോസ്റ്റ് ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെ തന്നെ ഈ ജില്ലയിലെ തന്നെ ശബരിനാഥൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇതൊരു പരാതിയായി ഉന്നയിക്കുകയും സൂക്ഷ്മ പരിശോധനയുടെ ഘട്ടത്തിൽ ഇന്ന് 11 മണി മുതലാണ് സൂക്ഷ്മ പരിശോധന ആരംഭിച്ചത്. ഈ ഘട്ടത്തിൽ തന്നെ ഈ പത്രികയുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരനെ BJP സംസ്ഥാന അധ്യക്ഷനെ അയോഗ്യനാക്കണം, ഈ ആസ്തി വിവരങ്ങൾ മറച്ചുവെച്ചു എന്ന് കാണിച്ച് ഒരു പരാതി നൽകുന്നത്. ഈ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ ഈ പത്രിക ഇപ്പോൾ താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുകയാണ്. റിട്ടേണിംഗ് ഓഫീസർ പറയുന്നത് പരാതി ലഭിച്ച അടിസ്ഥാനത്തിൽ ഇത് അവസാനത്തേക്ക് സൂക്ഷ്മ പരിശോധന ഘട്ടത്തിൽ അവസാനത്തേക്ക് മാറ്റിവെക്കുന്നു എന്നാണ് റിട്ടേണിംഗ് ഓഫീസർ അറിയിക്കുന്നത്. നമുക്കറിയാം, നേമത്തെ BJP സ്ഥാനാർത്ഥിയാണ്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ ജനവിധി തേടിയിരുന്നു. ആ സത്യവാങ്മൂലത്തിൽ അന്ന് നൽകിയ നാമനിർദ്ദേശ പത്രികയിലടക്കം ഈ ബംഗളൂരുവിലെ ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അദ്ദേഹം നൽകിയിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തെളിവുകൾ സഹിതം ഇതുമായി ബന്ധപ്പെട്ട് ബംഗളൂരു കോർപ്പറേഷനിൽ ഇത്തരത്തിൽ നികുതി അടച്ചതടക്കമുള്ള രേഖകൾ ഈ കോൺഗ്രസ് പുറത്തുവിടുന്നത്. അതിന് പിന്നാലെയാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ഈ വിഷയം ഏറ്റെടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.